ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിവിൽ സ്റ്റഡി ഹബ്. നമ്മളിന്ന് പോളിടെക്നിക് സിലബസിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ അടുത്ത ഭാഗമാണ് നോക്കാൻ പോകുന്നത്, അതായത് എയർപോർട്ട് എഞ്ചിനീയറിംഗ്. ആദ്യം നമുക്ക് സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട്, ലേഔട്ട് ഓഫ് ആൻ എയർപോർട്ട് ആൻഡ് ലൊക്കേഷൻ റിക്വയർമെൻറ്റ്സ്, എയർപോർട്ട് കമ്പോണൻറ്റ്സ് അതായത് റൺവേ, എപ്രൺ, ടാക്സിവേ, ടെർമിനൽ ബിൽഡിംഗ്, ഹാങ്ങർ, കാർഗോ, ഫ്യൂവലിംഗ് ഫെസിലിറ്റി, firefighting, parking and circulation area, runway alignment, pattern and layout of runways, standard runway length and finally selection of site for a airport. ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അറിയാം. ഒന്ന് ത്രൂ റോഡ് വഴിയുള്ള ഗതാഗതം, പിന്നെ വന്നിട്ട് റെയിൽവേ, അതുപോലെ തന്നെ വാട്ടർ ആൻഡ് എയർ ട്രാൻസ്പോർട്ടേഷൻ. എയർ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും, അതായത് വ്യോമഗതാഗതം എപ്പോഴും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി, ദൂരത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എയർ ട്രാൻസ്പോർട്ടേഷന് ബാക്കിയുള്ള രീതികളെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമുക്കറിയാം പെട്ടെന്ന് എത്തുക എന്നുള്ളത്. അതായത് നമുക്ക് എപ്പോൾ ആലോചിച്ചാലും അറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോഡ് വഴിയോ അല്ലെങ്കിൽ റെയിൽവേ വഴിയോ എത്തുന്നതിനേക്കാളും നമുക്ക് ഫാസ്റ്റായിട്ട് എയർപോർട്ട് വഴി അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, വിച്ച് ഇസ് റാപ്പിഡിറ്റി. രണ്ടാമതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ജേർണി. അത് ഏത് ഹില്ല് വന്നാലോ അല്ലെങ്കിൽ റിവർ വന്നാൽ, സീ വന്നാൽ അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ പരിഗണിക്കാതെ, കാരണം എല്ലാത്തിൻ്റെയും മുകളിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സോ ഒരു കണ്ടിന്യൂസ് ജേർണി കിട്ടും നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അതൊരു ഒബ്സ്ട്രക്ഷനായി മാറും നമ്മളിപ്പോൾ റെയിൽവേ എടുത്താലും അല്ലെങ്കിൽ റോഡ് എടുത്താലും നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേത് ട്രാൻസ്പോർട്ടേഷൻ മോഡ് വെച്ചിട്ടും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു റീജിയൻ ഉണ്ടെങ്കിൽ അത് ആക്സസിബിളായി, അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കി കൊടുക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നെയാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ റേറ്റ് ആയിക്കോട്ടെ, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബാക്കി എല്ലാ കോസ്റ്റും നോക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അത് വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴും നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെയാണ്. അതായത് ഹെവി വെഹിക്കിൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ എയർ ട്രാൻസ്പോർട്ടേഷൻ വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് പറയുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വെതർ കണ്ടീഷനാണ്. അതായത് നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ എയർ ട്രാൻസ്പോർട്ടേഷനെ വല്ലാതെ ബാധിക്കും. നമുക്ക് തന്നെ അറിയാം, മഴ കാരണം അതുപോലെ മൂടൽമഞ്ഞ് കാരണവും ധാരാളം എയ്റോപ്ലെയിൻസും അതുപോലെ ഹെലികോപ്റ്ററുകളും തന്നെ നിർത്തിവെക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എയർ ട്രാൻസ്പോർട്ടേഷനെ വല്ലാതെ ബാധിക്കും. ഇനി നാലാമത്തത് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് റൂൾസ് എന്നതാണ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടിന് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കുറേ അധികം നിയമങ്ങളും അതുപോലെ തന്നെ ബാക്കി കൺട്രീസിൻ്റെ അടക്കമുള്ള നിയമങ്ങൾ നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷനിൽ ബാധകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലൈറ്റ് റൂൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റ് റൂൾസ് ഒരു ലിമിറ്റേഷൻ ആയിട്ടും ചില കണ്ടീഷനിൽ വരാറുണ്ട്. പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ അതിലുപരി ഫ്ലൈറ്റ് റൂൾസ് ഒരു ലിമിറ്റേഷനാണ് പല സിറ്റുവേഷനിലും. ഇനി നമുക്ക് നോക്കേണ്ടത് എയർ ട്രാൻസ്പോർട്ട് ഏജൻസീസിനെ പറ്റിയിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലുള്ള റൂൾസ് അതുപോലെ റെഗുലേഷൻസ് ഓവറോൾ വേൾഡിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് എയർ ട്രാൻസ്പോർട്ട് ഏജൻസീസ് എന്ന് പറയുന്നത്. അതായത് എയർ ട്രാൻസ്പോർട്ടിനെ തന്നെ നിയന്ത്രിക്കുന്ന കുറച്ച് ഏജൻസീസ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഏജൻസീസിൻ്റെ പേര് ഞാൻ പറയാം. നിങ്ങളുടെ സിലബസിൽ വാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടാൽ ഒരു പരിചയമെങ്കിലും തോന്നാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് ഈ 4 ടേംസ്. ഒന്നാമത്തത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ICAO എന്ന് പറയും. രണ്ടാമത്തേത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA, പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI. അടുത്തതെന്ന് പറയുന്നത് എയർ ഇന്ത്യ ഇന്റർനാഷണൽ കോർപ്പറേഷൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എയർ ട്രാൻസ്പോർട്ട് ഏജൻസീസ് എന്ന് പറയുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് റൂൾസ് അടക്കമുള്ള കുറേ കാര്യങ്ങൾ ഈ ഏജൻസീസ് വഴിയാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻസും ഇതിൽ തന്നെ കുറച്ച് ഏജൻസീസിനെ വെച്ചുകൊണ്ടുള്ള, അതായത് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള രീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്തതായി നമുക്ക് എയർപോർട്ട് ക്ലാസിഫിക്കേഷൻ നോക്കാം. മേജർ ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്, ബേസ്ഡ് ഓൺ ജിയോമെട്രിക് ഡിസൈൻ, അത് ICAO പ്രകാരമുള്ളതാണ്. അതുപോലെ തന്നെ ICAO ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് റൺവേ. അടുത്തത് ബേസ്ഡ് ഓൺ എയർക്രാഫ്റ്റ് അപ്രോച്ച് സ്പീഡ്, അത് FAA ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആൻഡ് ബേസ്ഡ് ഓൺ പേയ്മെന്റ് സ്ട്രെങ്ത്. അപ്പോൾ ആദ്യം നമ്മൾ ICAOയുടെ ബേസ്ഡ് ഓൺ ജിയോമെട്രിക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ICAO classifies employs aerodrome reference code and it consists of two things. നമ്മൾ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ജിയോമെട്രിക് ഡിസൈനിൽ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ലെങ്ത് ഓഫ് റൺവേ അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ് എന്നതാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷനിൽ 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ കൊടുക്കും ആ ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റൺവേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയർപോർട്ടിനെ. അതുപോലെ വിങ് സ്പാൻ ആൻഡ് മെയിൻ ഗിയർ വീൽ സ്പാനിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ A to E, A, B, C, D, E എന്നിങ്ങനെ എയർപോർട്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇനി ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് റൺവേയിൽ 1, 2, 3, 4 എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ റൺവേ ലെങ്ത് വിൽ ബി ലെസ് ദാൻ 800 മീറ്റേഴ്സ്. 2 എന്ന കാറ്റഗറിയിൽ 800 മീറ്റർ അപ് ടു 1200 മീറ്റേഴ്സ് ബട്ട് നോട്ട് ഇൻക്ലൂഡിങ് 1200 മീറ്റർ. 800 മീറ്റർ മുതൽ 800 ഉൾപ്പെടെ 1200 വരെ, 1200 ഉൾപ്പെടാതെ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ 1200 മീറ്റർ തൊട്ട് 1800 മീറ്റർ വരെ, പക്ഷെ 1800 മീറ്റർ ഉൾപ്പെടുന്നില്ല. നാലാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷനിലാണ് 1800 മീറ്ററും അതിന് മുകളിലേക്കുള്ള റൺവേ ലെങ്ത് വരുന്നത്. ഇനി വിങ് സ്പാൻ ആൻഡ് ഔട്ടർ മെയിൻ ഗിയർ സ്പാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A, B, C, D, E എന്നാണ്. ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് വിങ് സ്പാനും ഔട്ടർ മെയിൻ വീൽ ഗിയർ സ്പാനും ഉണ്ട്. ഇനി ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വെച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കൺവെൻഷണൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട്സ് ഉണ്ട്. അവിടെ റൺവേ ലെങ്ത് വിൽ ബി ഗ്രേറ്റർ ദാൻ 1500 മീറ്റർ. റൺവേ ലെങ്ത് 1500 മീറ്ററിന് മുകളിലുള്ളതാണ് കൺവെൻഷണൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട്. അതുപോലെ റൺവേ ലെങ്ത് 1000 മുതൽ 1500 മീറ്റർ വരെ ഉള്ളതാണ് റെഡ്യൂസ്ഡ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട്. റൺവേ ലെങ്ത് 500 മീറ്റർ തൊട്ട് 1000 മീറ്റർ വരെ ഉള്ളതാണ് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട് ആണ്. അവിടെ ഓപ്പറേഷണൽ ഏരിയ വെച്ചാണ് പറയുക. ഓപ്പറേഷണൽ ഏരിയ 25 മുതൽ 50 സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിലാണ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർപോർട്ട് എന്ന് പറയുക. ഇനി എയർക്രാഫ്റ്റിന്റെ അപ്രോച്ച് സ്പീഡിനെ ബേസ് ചെയ്തുകൊണ്ട് FAAന്റെ ക്ലാസിഫിക്കേഷനിൽ അപ്രോച്ച് കാറ്റഗറി പറഞ്ഞ പോലെ A, B, C, D, E എന്നിവയാണ്. അതിൽ ഓരോന്നിനുള്ള അപ്രോച്ച് സ്പീഡ് പറയാൻ പോവാണ്. സ്പീഡ് നമ്മൾ നോട്ട്സ് അല്ലെങ്കിൽ നോട്ടിക്കൽ മൈലിലാണ് പറയുക. 1 നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1.9 കിലോമീറ്റർ പെർ അവറിന് ഈക്വൽ ആണ്. അപ്പോൾ A കാറ്റഗറിയിൽ അപ്രോച്ച് സ്പീഡ് ലെസ് ദാൻ 91 നോട്ട് ആണ്. ബിയിൽ 91 to 120 നോട്ട്സ്, C കാറ്റഗറി 121 to 140 നോട്ട്സ്, D കാറ്റഗറി 141 to 165 നോട്ട്സ് ആൻഡ് E കാറ്റഗറി ഗ്രേറ്റർ ദാൻ 165 നോട്ട്സ്. ഇനി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ സിവിൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ സിവിൽ എയർപോർട്ട്സ് എന്ന് പറയും. ഏവിയേഷൻ പർപ്പസിന്, അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കാറ്റഗറിയിലുള്ള ഏവിയേഷൻ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏവിയേഷൻ എയർപോർട്ട്സ് എന്ന് പറയും. ഇനി മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം, അതായത് പട്ടാള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എയർപോർട്ട്സ് ആണെങ്കിൽ അത് മിലിറ്ററി എയർപോർട്ട്സ് എന്നും പറയും. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ പേവ്മെന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് വീൽ ലോഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പേവ്മെന്റ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്ത് നമുക്ക് 1, 2, 3, 4, 5, 6, 7 വരെ കോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എയർപോർട്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ലേ ഔട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിനെ പരിചയപ്പെടാം. അതിലാദ്യം നമുക്ക് എയർപോർട്ട് എന്താന്ന് നോക്കാം. എയർപോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, അതായത് ടെർമിനൽ ബിൽഡിങ്ങിന് നമ്മൾ പഠിക്കും കുറേ ടേംസ്. ടെർമിനൽ ബിൽഡിംഗ്, ടാക്സി വേ, റൺവേ, അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഓപ്പറേഷൻസും എല്ലാം നടക്കുന്ന നമ്മൾ കാണുന്ന എയർക്രാഫ്റ്റ്സ് വന്നിറങ്ങുകയും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്ന ലാൻഡ് ഏരിയനാണ് നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ എയർപോർട്ടിന് അത്രയൊന്നും സൗകര്യങ്ങൾ ഇല്ലാത്ത
അതുപോലെ തന്നെ എന്നാൽ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന, അതായത് പറയുമ്പോൾ എല്ലാ കമ്പോണൻസ് ഒന്നും അവിടെ നിർബന്ധമല്ല. ടെർമിനൽ ബിൽഡിംഗ്, എസ്പെഷ്യലി ടെർമിനൽ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത ആ ഒരു ലാൻഡ് ഏരിയനാണ് നമ്മൾ എയറോഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ എയർക്രാഫ്റ്റ്സും ഇവിടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യണം എന്നതും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഏരിയനെയാണ് നമ്മൾ എയറോഡ്രോം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും മാത്രം നടക്കുന്ന, അതായത് നമുക്കത് നടത്താൻ വേണ്ടി റൺവേ മാത്രമേ ആവശ്യമുള്ളൂ, അങ്ങനെ വാസ്റ്റ് ആയിട്ട് ഒരു ലാൻഡ് ഏരിയ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ഏരിയനാണ് നമ്മൾ എയർഫീൽഡ് എന്ന് പറയുക. പറയുമ്പോൾ നമുക്ക് ഇനി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാ എയറോഡ്രോംസും എയർഫീൽഡ്സ് ആണ്. അതുപോലെ തന്നെ എല്ലാ എയർപോർട്ട്സും എയറോഡ്രോമും ആണ്. പിന്നെ റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻഡ് റെക്ടാങ്കുലർ ഏരിയ ഓൺ എ ലാൻഡ് പ്രിപ്പയർഡ് ഫോർ ദ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഓഫ് എയർക്രാഫ്റ്റ്. അതായത് നമുക്കറിയാം, എയർക്രാഫ്റ്റ്സ് പറന്നുയരുന്ന അല്ലെങ്കിൽ വന്ന് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേവ്ഡ് ആയിട്ടുള്ള റെഗുലർ ഏരിയനാണ് നമ്മൾ റൺവേ എന്ന് പറയുക. അത് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ടാക്സിവേ. A taxiway is a ground path used by aircraft that connects runway with another area of an airport. അത് റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടുന്ന് ബാക്കി ഏരിയകളിലേക്ക് കണക്ട് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ടാക്സിവേ എന്ന് പറയുക. പിന്നെ ടെർമിനൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ ഓഫ് ദ എയർപോർട്ട് അതർ ദാൻ ദ ലാൻഡിങ് ഏരിയ. അതായത് ലാൻഡിങ് ഏരിയ അല്ലാത്ത ബാക്കി ഏരിയനാണ് നമ്മൾ ടെർമിനൽ ഏരിയ എന്ന് പറയുക. അതായത് ടെർമിനലിന്റെ ഭാഗമാണ് ടെർമിനൽ ഏരിയ, വിച്ച് ഇൻക്ലൂഡ്സ് ടെർമിനൽ ബിൽഡിങ്സ്, ഏപ്രോൺ, ഹാങ്ങേഴ്സ്, സ്റ്റോറേജ് ബിൽഡിംഗ് എക്സെട്ര. അതായത് ലാൻഡിങ് ഏരിയയിൽ ഉൾപ്പെടാത്ത ബാക്കി ഭാഗങ്ങളെയാണ് നമ്മൾ ടെർമിനൽ ഏരിയയിൽ ഉൾപ്പെടുത്തുക. ഇനി ഏപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ആൻ എയർപോർട്ട് വെയർ ദ എയർക്രാഫ്റ്റ്സ് ആർ പാർക്ക്ഡ്, അൺലോഡഡ് ഓർ ലോഡഡ്, റീഫ്യൂവൽഡ് ഓർ ബോർഡ് എക്സെട്ര. ഇറ്റ് ഈസ് പേവ് ആൻഡ് പ്ലാൻഡ് അഡ്ജസൻറ്റ് ടു ദ ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ട് ബാക്കി നമ്മുടെ പാർക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ധനം നിറക്കാനൊക്കെ ഉപയോഗിക്കുന്ന, ബേസിക്കലി പറയുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയനെയാണ് നമ്മൾ ഏപ്രൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബേസിക്കലി കേൾക്കുന്ന ഒരു കാര്യമാണ് എയർപോർട്ട് ടെർമിനൽ, ടെർമിനൽ 1 അല്ലെങ്കിൽ ടെർമിനൽ 2, അങ്ങനെ ഓരോ എയർപോർട്ട് പോയാലും പല ടെർമിനൽസ് ഉണ്ട്. അതാണ് അതിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ടെർമിനൽ ബിൽഡിങ്ങിലാണ് നമ്മുടെ പാസഞ്ചേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അതായത് നമ്മുടെ ബേസിക് നെസസിറ്റീസ് ഒക്കെ ടെർമിനൽ ബിൽഡിങ്ങിൽ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ വന്നിട്ട്, അവിടെ നിന്നാണ് നമ്മൾ എയർക്രാഫ്റ്റിൽ കയറാൻ വേണ്ടി പോകുന്നത്. ഗേറ്റ്സ് ഒക്കെ അവിടെയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഹാങ്ങേഴ്സ്. ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിൽഡിങ്സ് ഇൻ വിച്ച് എയർപ്ലെയിൻസ് ആർ റിപ്പയർഡ് ഓർ സർവീസ്ഡ്. എയർപ്ലെയിൻസ് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഹാങ്ങേഴ്സ് എന്ന് പറയുക. ഇനി ഏത് തരത്തിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ കാർഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി എയർപോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയനെയാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റൺവേ ലേ ഔട്ട് നോക്കാം. ഒരു എയർപോർട്ടിൽ ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം, അതായത് ടാക്സി വേ, ടെർമിനൽ ബിൽഡിംഗ്, അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കി നമ്മൾ പ്രോപ്പറായി പ്ലേസ് ചെയ്താൽ മാത്രമേ ആ എയർപോർട്ടിൽ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ട്രാഫിക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് നമ്മൾ എപ്പോഴും ഉറപ്പാക്കണം. അപ്പൊ അങ്ങനെ ഒരു ഗുഡ് എയർഫീൽഡിന് വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിങ്, ടേക്കിംഗ് ഓഫ് ആൻഡ് ടാക്സിങ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓപ്പറേഷൻ വിത്തൗട്ട് ഇന്റർഫറൻസ്. അത് ലാൻഡിങ്ങും ടേക്കിങ്ങും അതുപോലെയുള്ള എല്ലാ ഓപ്പറേഷൻസും ഒന്നും മറ്റൊന്നിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കണം, സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റണം. പിന്നെ ടാക്സിവേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ടസ്റ്റ് ആയിരിക്കണം, ഏറ്റവും ചെറിയ ടാക്സിവേ ഡിസ്റ്റൻസ് ആയിരിക്കണം ഫ്രം ലോഡിംഗ് എപ്രൺ ടു റൺവേ എന്ന് പറയുന്നത്. പിന്നെ സേഫ് റൺവേ ലെങ്ത്, നിങ്ങൾ പിന്നെ പഠിക്കും എന്താണ് സേഫ് ആൻഡ് ബേസിക് റൺവേ ലെങ്ത് എന്നൊക്കെ. അപ്പൊ സേഫ് റൺവേ ലെങ്ത് എപ്പോഴും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സേഫ് അപ്രോച്ചസ് ആയിരിക്കണം. കൺട്രോൾ ഓഫ് ലോവർ വിസിബിലിറ്റി, അതായത് ആ എയർപോർട്ട് ഏരിയയിൽ എപ്പോഴും നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അഡീക്വേറ്റ് ലോഡിംഗ് ആപ്രോൺ സ്പേസ്, ലോഡിംഗ് ആപ്രോണിന് വേണ്ടിയിട്ടുള്ള വിസ്താരമായ സ്ഥലം ഉണ്ടായിരിക്കണം ഒരു എയർപോർട്ടിൽ. അതുപോലെ തന്നെ ടെർമിനൽ ബിൽഡിങ്ങിൽ നേരത്തെ പറഞ്ഞതുപോലെ പാസഞ്ചേഴ്സിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. പിന്നെ സഫീഷ്യന്റ് ലാൻഡ് ഏരിയ ടു പെർമിറ്റ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഭാവിയിലുള്ള എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ലാൻഡ് ഏരിയ അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഫൈനൽ വൺ ഈസ് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്, കോസ്റ്റ് എപ്പോഴും മിനിമം ആയിരിക്കണം.
ഇതാണ് നമ്മളൊരു ലേ ഔട്ട് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം, അതായത് റൺവേ കാണിച്ചിട്ടുണ്ട്, ടാക്സി വേ കാണിച്ചിട്ടുണ്ട്, മെയിൻ്റനൻസിനായിട്ടുള്ള പോർഷൻ ഉണ്ട്, അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള പാർക്കിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ. പിന്നെ ഫൈനലി ടുവേർഡ്സ് സിറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സിറ്റ് ആയിട്ടുള്ള പോയിന്റും കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കോൺഫിഗറേഷൻസിന്റെ പേര് നോക്കുകയാണ്. അതായത് സിംഗിൾ റൺവേ കോൺസെപ്റ്റ്, ഓപ്പൺ പാരലൽ കോൺസെപ്റ്റ്, ഓഫ്സെറ്റ് പാരലൽ കോൺസെപ്റ്റ്, 2 intersecting runways, 3 intersecting runways, non-intersecting runways and tangential runways. ഇതിൽ ഫിഗറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, സിംഗിൾ റൺവേ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒറ്റ റൺവേ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് നമ്മുടെ എല്ലാ എയർപോർട്ട് കമ്പോണൻസും അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓപ്പൺ പാരലൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പം 2 പാരലൽ റൺവേസ് ഉണ്ടാവും. അതുപോലെ ഓഫ്സെറ്റ് പാരലൽ കോൺസെപ്റ്റിൽ വരുമ്പം പാരലൽ റൺവേസ് തന്നെയാണ്, പക്ഷേ സെയിം ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സെയിം ലെങ്ത് ഉള്ള റൺവേസ് ആയിരിക്കില്ല, ഒരു ഓഫ്സെറ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള റൺവേസ് ആയിരിക്കും. ഫിഗറിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ ഓരോ കമ്പോണൻസും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൺവേ ഓറിയന്റേഷൻ ആണ്. അതായത് റൺവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ ഒരു പേവ്ഡ് പാത്താണ്, അവിടെ നിന്നാണ് ടേക്കിംഗ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിങ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. ആ റൺവേന്റെ ഓറിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡും അതുപോലെ ഏരിയ അവൈലബിൾ ഫോർ ഡെവലപ്മെന്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. എപ്പോഴും എയർക്രാഫ്റ്റിന്റെ ഏത് ഡിസൈനിലെയും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബേസിക് റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് അസംഷൻസ് വെച്ചിട്ടാണ്. അതായത് ഏതൊക്കെ കണ്ടീഷൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് കാറ്റ് വീശുന്നില്ല എന്നുള്ള അസംഷൻ, നോ വിൻഡ് ഇസ് ബ്ലോയിങ് ഓൺ റൺവേ. രണ്ടാമത്തെ എയർപോർട്ട് ഈസ് ലോഡഡ് വിത്ത് ഫുൾ ലോഡഡ് കപ്പാസിറ്റി, എയർപോർട്ട് അതിന്റെ ഫുൾ ലോഡ് കപ്പാസിറ്റിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തത് എയർപോർട്ട് ഈസ് അറ്റ് സീ ലെവലിലാണ് എയർപോർട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. നാലാമത്തത് നോ വിൻഡ് ഈസ് ബ്ലോയിങ് ഓൺ ദ വേ ടു ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയിലും കാറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് റൺവേ ഈസ് ലെവൽഡ്, അതായത് 0 ഗ്രേഡിയന്റിൽ നിൽക്കുന്നതാണ് റൺവേ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വിചാരിക്കുന്ന മെയിൻ തിങ് ആണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ വേയിലും ഈ 15 ഡിഗ്രി സെൽഷ്യസ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ എപ്പോഴും റൺവേ ലെങ്ത് മെഷർ ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഒബ്വിയസ്ലി വ്യത്യാസം വരും, കാരണം ഇതൊക്കെ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില സമയത്ത് കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും റൺവേ ലെങ്ത്തിന്റെ കാൽക്കുലേഷനിൽ. അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഏതായാലും റൺവേ ലെങ്ത് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടെ പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു. അതായത് എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സും സേഫ്റ്റി റിക്വയർമെന്റ്സും എയർപോർട്ടിന്റെ എൻവയോൺമെന്റും റൺവേ ലെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്ത പാർട്ടാണ് നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാണ് ഫോർ ആൻ എയർപോർട്ട്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തത് റീജിയണൽ പ്ലാൻ, അതായത് ആ ഏരിയന്റെ മൊത്തത്തിലുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഏത് പർപ്പസിനാണ് എയർപോർട്ട് യൂസ് ചെയ്യുന്നത്, യൂസ് ഓഫ് എയർപോർട്ട്. പിന്നെ പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്, അടുത്ത് വേറെ ഏതെങ്കിലും എയർപോർട്ട് ഉണ്ടോ എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ നമുക്ക് വേണം. പിന്നെ ആക്സസിബിലിറ്റി ടു ഗ്രൗണ്ട്, ആ ഏരിയയിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ഒരു കൺസിഡറേഷൻ വേണം. പിന്നെ ടോപ്പോഗ്രഫി, ആ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു ടോപ്പോഗ്രഫി എങ്ങനെയുണ്ടെന്ന് നമ്മൾ മൊത്തത്തിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ, അതായത് ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിഗണിക്കണം. പിന്നെ വിസിബിലിറ്റിയാണ് നമ്മൾ എയർപോർട്ട് പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട ഒരു ഫാക്ടർ. അതായത് ഇനി മൂടൽമഞ്ഞ് റെഗുലറായിട്ട് വരുന്ന ഏരിയ ആണോ അല്ലെങ്കിൽ മഴ, അതുപോലെയുള്ള വിസിബിലിറ്റി പ്രോബ്ലംസ് വല്ലതും വരുമോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ വിൻഡ്, പ്രിവെയിലിംഗ് വിൻഡ് ഡയറക്ഷനും അതുപോലെ തന്നെ കാറ്റിന്റെ മൊത്തത്തിലുള്ള സ്ട്രെങ്ത്തും പരിഗണിക്കണം. അടുത്തതാണ് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും ഒക്കെ ധാരാളം സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരിക്കലും റെസിഡൻഷ്യൽ ഏരിയ ആവരുത് എന്നുള്ള പരിഗണന കൊടുക്കണം. കാരണം എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോയ്സൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഗ്രേഡിങ്ങിൻ്റെയും അതുപോലെ ഡ്രെയിനേജ്, വെള്ളം എത്രത്തോളം ഒലിച്ചു പോകും അല്ലെങ്കിൽ സീപ്പേജ് ചെയ്ത് പോകും എന്നുള്ളത് വേണം. അതുപോലെ തന്നെ ആ പ്രദേശത്തെ മണ്ണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കണം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫ്യൂച്ചർ ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ നടത്തിക്കൊണ്ട് വേറെ ടെർമിനൽസ് ഉണ്ടാക്കുവാനും അതുപോലെ ബാക്കിയുള്ള എക്സ്പാൻഷനും വേണ്ടിയിട്ടുള്ള ലാൻഡ് അവൈലബിൾ ആണോ, അല്ല ഇനി എന്തെങ്കിലും
ലാൻഡ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി എക്സ്പാൻഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള കൺസിഡറേഷൻസ് അവിടെ വരുത്തണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ഫ്രം ടൗൺ, അവിടേക്ക് വരേണ്ട വെള്ളം, അതുപോലുള്ള കറണ്ട്, ഇലക്ട്രിസിറ്റി, ആ കാര്യങ്ങളൊക്കെ നിയറസ്റ്റ് ടൗണിൽ നിന്നായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ഫ്രം ടൗൺ പരിഗണിക്കണം. കാരണം നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ടൗൺ ഉണ്ടോ, അല്ലാതെ ഒരു വില്ലേജ് ഏരിയ ആണോ, അതുപോലെ യൂട്ടിലിറ്റീസ് അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് പരിഗണിക്കണം. ആൻഡ് ലാസ്റ്റത്തതാണ് എക്കണോമിക് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് കോസ്റ്റ് തൊട്ട് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇനി ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് നീക്കാനുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്, ലാൻഡ് ക്ലിയറൻസ് കോസ്റ്റ്, ആ കോസ്റ്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് എക്കണോമിക് ആണോ കൺസ്ട്രക്ഷൻ എന്നും കൂടെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ എ ലാൻഡ് സെലക്റ്റഡ് ഫോർ ആൻ എയർപോർട്ട് എന്ന് പറയുന്നത്. അടുത്തത്, ഒരു എയർപോർട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട ഡാറ്റ ഏതൊക്കെ എന്നുള്ളതാണ്. ഒന്നാമത്തത് മാക്സിമം അവർലി വോളിയം ഓഫ് എയർ ട്രാഫിക് ടു ബി ഹാൻഡിൽഡ്. ഒരു മണിക്കൂറിൽ എത്ര എയർക്രാഫ്റ്റ്സ് ആ എയർപോർട്ടിൽ വരുന്നുണ്ട് എന്നതിൻ്റെ ഡാറ്റ. രണ്ടാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എയർക്രാഫ്റ്റ്സ്, അതായത് ആ എയർപോർട്ടിൽ ഇപ്പോൾ ഉള്ളതും അതുപോലെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എയർക്രാഫ്റ്റ്സിന്റെ ഡാറ്റ. അത് സൈസ്, ടേണിംഗ് റേഡിയസ്, വെയിറ്റ്, വീൽ കോൺഫിഗറേഷൻ, എല്ലാ ഡാറ്റയും ആവാം. ആൻഡ് ഫൈനൽ വൺ ഇസ് ഫെസിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ് ഫോർ പാസഞ്ചേഴ്സ്, കാർഗോ ആൻഡ് ബാഗേജസ് ഫോർ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ്. അതായത് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും, എയർപോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് ഉണ്ട്, കാർഗോ ഉണ്ട്, അതുപോലെ ബാഗേജസ്, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിന്റെ ഡാറ്റ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈറ്റ് സെലക്ഷന്റെ ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആവും. ഇനി സൈറ്റ് സെലക്ഷന് മുന്നേ ഉള്ള സർവേസ് ആണ് പറയാൻ പോകുന്നത്. സർവേസ് എന്ന് പറഞ്ഞാൽ കോമൺ സർവേസ് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ ട്രാഫിക് സർവേ, 2 മെറ്റീരിയോളജിക്കൽ സർവേ, 3 ടോപ്പോഗ്രാഫിക്കൽ സർവേ, 4 സോയിൽ സർവേ, 5 ഡ്രെയിനേജ് സർവേ ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ സർവേ. സർവേക്ക് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ടോപ്പോഗ്രാഫിക്കൽ പ്ലാൻ, പിന്നെ ഒബ്സ്ട്രക്ഷൻ മാപ്പ്, മൂന്നാമത്തത് ഡ്രെയിനേജ് പ്ലാൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് എയർപോർട്ട് മാസ്റ്റർ പ്ലാൻ. ഇത്രയുമാണ് ഒരു റിവിഷൻ പോലെ എയർപോർട്ട് ടോപ്പിക്കിന് നോക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതായത് ലിസ്റ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ദ സൈറ്റ് സെലക്ഷൻ ഓഫ് ആൻ എയർപോർട്ട്, എക്സ്പ്ലെയിൻ ദ ടേംസ് എയർഫീൽഡ് ആൻഡ് റൺവേ, ദെൻ വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെർമിനൽ ഏരിയ, ഡിഫൈൻ സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് റിക്വയർഡ് ഫോർ ആൻ എയർപോർട്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അതുപോലെ ഏതെങ്കിലും ഭാഗത്തിന്റെ ഇനിയുമുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ചേർക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഞങ്ങളെ അറിയിക്കുക.